ഇപ്പോഴേ ഇൻഷാ അല്ലാഹ് ഇന്നൊരു ത്വായിഫ് യാത്ര കേട്ടോ. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുള്ള സ്ഥലമാണ് ത്വായിഫ്. ഒരു ത്വായിഫ് യാത്രയുമായും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കേട്ടോ. ഒന്ന് നോക്കാം. തണുപ്പും ഒരു പച്ചപ്പൊക്കെ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ത്വായിഫ്. അതുപോലെ മനോഹരമായ പച്ചപ്പുകളുള്ള തണുപ്പുള്ള ത്വായിഫിലേക്ക് ടാക്സിയിലൊക്കെ പോവാണെങ്കിൽ ചുരത്തിന്റെ മുകളിൽ നിന്നുണ്ട് കേബിൾ കാർ, ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉള്ള ടൂറിസം ഒക്കെ വികസിച്ചു വരുന്ന ഒരു സംഗതിയാണ് ത്വായിഫ്. എന്തുകൊണ്ടാണ് ത്വായിഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടും ഇങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് ത്വായിഫിനെ കൊണ്ടുവരാൻ കാരണം? ത്വായിഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ തന്നെ സങ്കടമുള്ള ഒരു ഭൂമിയാണ്. അങ്ങനെ റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ സങ്കടം കൊടുത്ത ഒരു ഭൂമിയെ മക്കയുടെ ആകർഷണീയമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഈ സമൂഹത്തെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു ഞങ്ങൾ. ആ സമയത്ത് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമിഹി, പടച്ചോനെ ഈ സമൂഹത്തിന് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണം, ഈ സമൂഹത്തിന് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണം. അവരെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പറയുന്നുണ്ട്. ആ ഒരൊറ്റ ദുആഇന്റെ കബൂലിയത്താണ് ത്വായിഫില് ഇന്ന് കാണുന്ന സമൃദ്ധിയിലേക്ക് അവരെ നയിച്ചത്. എല്ലാ പഴങ്ങളും കിട്ടുന്ന ഒരു നാടാണേത് ത്വായിഫ്. ത്വായിഫിൽ ചെന്നിറങ്ങിയാൽ കാണാൻ പറ്റും ഒരുപാട് പഴങ്ങള് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും വിൽക്കാൻ. അതിലൊരു വാങ്ങിക്കോട്ടെ, മനസ്സിലായില്ലേ? നല്ല അത്തിപ്പായൊക്കെ ചെറിയ പൈസ കിട്ടും. നാട്ടിൽ പോണവര് കുറച്ച് അത്തിപ്പായൊക്കെ വാങ്ങിക്കോട്ടെ. അപ്പൊ അങ്ങനെ ത്വായിഫിന് സമൃദ്ധിയുടെ നാടാണ്, വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത നാടാണ്. ആ അനുഗ്രഹങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അള്ളാഹു വകവെച്ചു കൊടുത്താണെന്ന്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല റാഹത്തിലിരിക്കുക. ഇൻഷാ അല്ലാഹ് ത്വായിഫിന്റെ യാത്ര തുടരട്ടെ. പോകുന്ന വഴിയിൽ ഹുനൈൻ യുദ്ധം നടന്ന സ്ഥലം നമുക്ക് കാണാനുണ്ട്. അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും കൂടിയാണ്. നമ്മൾക്ക് അവർക്ക് സലാം പറയാം. അസ്സലാമു അലൈക്കും. സലാം പറയൂ. അസ്സലാമു അലൈക്കും യാ ശുഹദാ അല്ലാഹ് ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇവിടെ തന്നെയാണ് ഇന്ന് മരണപ്പെടുന്ന ആളുകളൊക്കെ മറവ് ചെയ്യുന്ന, ഹറമിൽ നിന്ന് ഇന്ന് മരണപ്പെടുന്ന ആളുകളൊക്കെ മറവ് ചെയ്യുന്ന ഷറായി, മക്ബറത്തു ഷറായി എന്ന് പറയുന്ന മക്ബറയാണ്. എന്റെ കൂടെ വന്നൊരു ഖദീജ ഉമ്മയോടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗപ്പൂന്തോപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മലയാളികളായ ആളുകളൊക്കെ ആരൊക്കെ മരണപ്പെടുന്നുണ്ടോ അവരൊക്കെ ഇവിടെയാണ്. ഒരുപാട് മലയാളികളും ഒരുപാട് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഹറമിൽ മരണപ്പെടുന്ന ആളുകൾ ഇവിടെയാണ്. ഒരു പാലം മാറിപ്പോയതാണ്. ഈ പാലത്തിന്റെ വലതു ഭാഗത്ത് കണ്ടോ ഒരു പഴയ സ്തൂപം കണ്ടോ? ബസിന്റെ വലതു ഭാഗത്ത് ഒരു പഴയ സ്തൂപം. ഈ സ്തൂപം മുതൽ അങ്ങോട്ടുള്ള പ്രവിശ്യയാണ് ഹുനൈൻ യുദ്ധത്ത്, ഗസ്വത്ത് ഹുനൈൻ നടന്ന ഗസ്വത്ത് ഹുനൈൻ. ഇവിടുന്ന് അങ്ങോട്ട് വിശാലമായി കിടക്കുന്ന കണ്ട ബസിന്റെ വലതു ഭാഗത്ത് കണ്ടൊരു പഴയ സ്തൂപം. ഈ സ്ഥലങ്ങളൊക്കെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ശത്രുക്കളോട് അവക്കളത്തിൽ പോരാടിയ സ്ഥലങ്ങളാണ്. ഹുനൈൻ ശുഹദാക്കളുടെ മഖ്ബറ കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ വലതു ഭാഗത്ത് വരും. ശുഹദാക്കളായ ആളുകളെ എവിടെ ഷഹീദായോ ആ യുദ്ധത്തിന്റെ രണഭൂമിയിൽ തന്നെ മറവ് ചെയ്യണമെന്നാണ്. അത് ഹുനൈൻ യുദ്ധം നടന്നത് ഇവിടം മുതൽ ആ മഖ്ബറയുള്ള സ്ഥലം വരെയാണ്. അത്രയും വിശാലമായ യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങളിൽപ്പെട്ട യുദ്ധമാണ് ഗസ്വത്ത് ഹുനൈൻ. നമ്മളൊക്കെ ഇങ്ങനെ ഇതിലൂടെ ശീതീകരിച്ച വാഹനത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ നമുക്ക് ഇതിന്റെ ഒരു വില തിരിയില്ല. ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ദീൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി അവരൊക്കെ കഷ്ടപ്പാട് സഹിച്ച് ജീവൻ മരണ പോരാട്ടം നടത്തിയ സ്ഥലമാണ് നമ്മുടെ ബസിന്റെ വലതു ഭാഗത്ത്. നമ്മളത് ആ ചരിത്രങ്ങളെ ഓർത്തെടുക്കണം. ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. ഈ ഇടത് ഭാഗത്തുള്ള കെട്ടിനുള്ളിലാണ് ഹുനൈൻ ശുഹദാക്കളുടെ മഖ്ബറ എന്ന് പറയപ്പെടുന്നു. ഇത്രയും ദൂരം വിശാലമായ യുദ്ധമാണ് ഹുനൈൻ എന്നാണ് അതിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ, മക്കയിൽ നിന്ന് ലഭ്യമായ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്നും
മക്കയുടെ ചരിത്രങ്ങളെ ഗവേഷണം ചെയ്യുന്ന അതോറിറ്റി ഹറമിന്റെ കീഴിൽ അതിന്റെ ഒരു വിഭാഗം തന്നെ മക്കയുടെ ചരിത്ര പഠനങ്ങളെ കുറിച്ച് നടക്കുന്നുണ്ട്. ആ പഠനത്തിൽ ഒരു വിദ്യാർത്ഥി ഒരു യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ പ്രകാരം ആണ് ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പൊ ഹുനൈൻ ശുഹദാക്കളുടെ മഖ്ബറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും കഴിയുന്ന അവരുടെ ചാരത്തൊരുമിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഈ ഇടത് ഭാഗത്തുള്ള കെട്ടിനുള്ളിലാണ് ഹുനൈൻ ശുഹദാക്കളുടെ മഖ്ബറ എന്ന് പറയപ്പെടുന്നു. ഇത്രയും ദൂരം വിശാലമായ യുദ്ധമാണ് ഹുനൈൻ എന്നാണ് അതിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ, മക്കയിൽ നിന്ന് ലഭ്യമായ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്നും മക്കയുടെ ചരിത്രങ്ങളെ ഗവേഷണം ചെയ്യുന്ന അതോറിറ്റി ഹറമിന്റെ കീഴിൽ അതിന്റെ ഒരു വിഭാഗം തന്നെ മക്കയുടെ ചരിത്ര പഠനങ്ങളെ കുറിച്ച് നടക്കുന്നുണ്ട്. ആ പഠനത്തിൽ ഒരു വിദ്യാർത്ഥി ഒരു യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ പ്രകാരം ആണ് ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പൊ ഹുനൈൻ ശുഹദാക്കളുടെ മഖ്ബറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും കഴിയുന്ന അവരുടെ ചാരത്തൊരുമിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അതാണ് മസ്ജിദുൽ ഖിസാസ്, അലവട്ട് പള്ളി എന്ന് പറയും. ഖിസാസ് നടപ്പാക്കുന്ന പള്ളിയാണ് ത്വായിഫിലെ. ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുന്ന പള്ളിയാണ് മുന്നിലുള്ള പള്ളി, മസ്ജിദുൽ ഖിസാസ്. അലവട്ട് പള്ളി എന്നൊക്കെയാണ് മലയാളത്തിൽ നമ്മളെ വിളിക്കുക. അപ്പോ ഇസ്ലാമിക നിയമങ്ങളിൽ കട്ടവന്റെ കൈമുറിക്കും അങ്ങനെയുള്ള ഇസ്ലാമിക നിയമങ്ങളൊക്കെ നടപ്പാക്കുന്ന മസ്ജിദുൽ ഖിസാസ് ആണ് അത്. മസ്ജിദ് മലിക് ഫഹദ് എന്നാണ് അതിന്റെ പേര്. മസ്ജിദുൽ ഖിസാസ് എന്ന് പറഞ്ഞാൽ ഖിസാസ് നടപ്പാക്കുന്ന പള്ളി എന്നുള്ള അർത്ഥത്തിലാണ്. ത്വായിഫിലെത്തിട്ടാ. ത്വായിഫിന്റെ മനോഹരമായ ഗേറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ വന്ന സ്ഥലത്ത് അത്ര ഒന്നും ചൂട് ഇവിടെ ഇല്ല. അത്യാവശ്യം നല്ല തണുപ്പുള്ള, അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൗദിയുടെ വയനാട് എന്നൊക്കെ പറയാൻ പറ്റും. നല്ല രസമുള്ള അടിപൊളി കാലാവസ്ഥയാണ്. ഇതാണ് ത്വായിഫിന്റെ ഗേറ്റ്. മാഷാ അല്ലാഹ്. ത്വായിഫിലെ വളരെ പഴക്കം ചെന്നൊരു ലൈബ്രറി ആട്ടോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഇസ്ലാമിക് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറികളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഈ ലൈബ്രറി എന്നും ഈ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇവിടെ വന്നപ്പോൾ വേറെ വിഷയം ശ്രദ്ധിച്ചത്, നല്ല കുളു എടുത്തതോടുകൂടെ നല്ല തണുപ്പായി. നമ്മളിപ്പോ സൗദിയിൽ ഇപ്പോൾ ഫോണിലൊക്കെ ടെമ്പറേച്ചർ പിന്നെ ഹോട്ടസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. ഹീറ്റ് വേവ് ഒക്കെ എക്സ്പെക്റ്റഡ് ഹീറ്റ് വേവ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മാഷാ അല്ലാഹ് നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഒരു AC സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പുള്ള പ്രദേശമാണ്. മാഷാ അല്ലാഹ്. ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. മുന്തിരി, നല്ല ഫ്രഷ് മുന്തിരി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് മുന്തിരി മാത്രമല്ല കേട്ടോ, പല തരം ഫ്രൂട്ട്സും. ആണ് കേട്ടോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ പേരിലുള്ള പള്ളി, മസ്ജിദ് ഇബ്നു അബ്ബാസ്. ജെയ്റ്റൂനാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് കേരളത്തിൽ നിന്ന് പണം പിരിച്ചുണ്ടാക്കിയ ഒരു പള്ളിയിലേക്കാണ്. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആണ് ഈ പള്ളി നിർമ്മിച്ചത്.
ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ ഹുനൂദ് അഥവാ ഇന്ത്യക്കാരുടെ പള്ളി എന്നാണ്. മനോഹരമായ ഒരു വഴിയിലൂടെ വേണം ഈ പള്ളിയിലെത്തിച്ചേരാൻ. കേരളക്കരയിൽ നിന്ന് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പിരിച്ച പണം ഉപയോഗിച്ച് പള്ളിയുണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയാൻ ഒരാൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. മമ്പുറം തങ്ങളടുത്തെത്തി സമ്മതം ചോദിച്ച സമയത്ത് മമ്പുറം തങ്ങൾ അദ്ദേഹത്തോട് ത്വായിഫ് സന്ദർശിക്കാൻ പറയുകയുണ്ടായി. ശേഷം അവർ ത്വായിഫ് സന്ദർശിച്ചപ്പോൾ ഈ പള്ളി കാണുകയും മമ്പുറം തങ്ങൾ ത്വായിഫ് സന്ദർശിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. കേട്ടോ, മസ്ജിദുൽ ഹുനൂദ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ്. राइट साइड में देखो अब्दुल्ला बिन अब्बास रज़ियल्लाहु अन्हु का पहला घर इधर ही है. കണ്ടോ, അബ്ദുല്ലാ ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉപയോഗിച്ചിരുന്ന കിണർ, വീട്, അതിന്റെയൊക്കെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. തോട്ടമായി അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തോട്ടമുണ്ട്. ഇത് നമ്മൾ ഈ കാണുന്ന ഈ റോഡ് കണ്ട വാദി വജ്ജ്, ത്വരീഖ് വാദി വജ്ജ്, ഇവിടുന്ന് അങ്ങോട്ടാണ് ഹബീബായ തങ്ങള് കല്ലെറിഞ്ഞോടിക്കുന്ന ചരിത്രം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഭാഗത്തിലൂടെയാണ് നമ്മൾ ഈ ശീതീകരിച്ച വാഹനത്തിൽ പോകുമ്പോ ഇതിലെ നമ്മുടെ ഹബീബ് കല്ലെറിഞ്ഞോടിക്കപ്പെട്ടൊരു ചരിത്രമുണ്ട്. നമ്മളത് കൽബുകൊണ്ട് ഓർക്കണം. ഈ വഴിയിലൂടെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്ലെറിഞ്ഞോടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. ത്വായിഫിലെ പിഞ്ചു പിള്ളേര് വന്നിട്ട് മുത്തായ തങ്ങളെ കല്ലെറിഞ്ഞു. വല്ലാത്ത വിഷവുമായി ഹബീബായ തങ്ങളും കൂടെയുള്ള സ്വഹാബിയും ഓടിയത് ഈ വഴിയിലൂടെയാണ്. മസ്ജിദ് അബ്ബാസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ബാങ്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ചരിത്രങ്ങളൊക്കെ പ്രബലമല്ലെങ്കിലും അങ്ങനെ പറയപ്പെടുന്നുണ്ട് ചരിത്രങ്ങൾ. മസ്ജിദ് അബ്ബാസ് റളിയല്ലാഹു അൻഹു, മസ്ജിദ് അലി റളിയല്ലാഹു അൻഹു എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്ന പള്ളിയാണ്. ആദ്യമായി നമ്മുടെ നാട്ടിലൊക്കെ മിനാരങ്ങളില്ലേ പള്ളിക്ക്, അല്ലെ? ഇന്നൊക്കെ മിനാരത്തിന്റെ മത്സരമാണ്. അപ്പോ ആ മിനാരങ്ങൾ ആദ്യമായി വന്നത് അവിടെയാണെന്ന്. അപ്പോൾ നമ്മൾ ത്വായിഫിൻ്റെ ഒരു മലമുകളിലുള്ള കേട്ടോ. ഈ മലൻ്റെ പ്രത്യേകത, ശത്രുക്കൾ റസൂലുള്ളാഹിനെ കൊല്ലാൻ ശ്രമിച്ച പാറക്കല്ല് നമുക്കിവിടെ കാണാം. ഈ പാറക്കല്ല് ഉരുട്ടി വിട്ട് റസൂലുള്ളാഹിനെ കൊല്ലാൻ ശ്രമിക്കുകയും അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഈ കല്ലുകൾ വെച്ച് തടയുകയാണ് ചെയ്തത്. നോക്കിയാൽ ഇതിൻ്റെ ഏറ്റവും കനമുള്ള ഭാഗം മുഴുവൻ പുറത്തേക്കാണ്, സപ്പോർട്ടില്ലാതെ നിൽക്കുകയാണ്. റസൂലുള്ളാഹി ഈ പള്ളിയിൽ നിസ്കരിക്കുമായിരുന്നു. ആ സമയത്താണ് അവർ ഈ പാറക്കല്ല് ഉരുട്ടി വിടാൻ നോക്കിയത്. ഈ കാണുന്ന കെട്ടത് പള്ളിയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഈ പാറക്കല്ല് ഉരുട്ടി റസൂലുള്ളാഹിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ തെരുവീതികളിലൂടെ റസൂലുള്ളാഹി അവരുടെ കല്ലേറേറ്റ് ഓടിയ സ്ഥലം കേട്ടോ. നമുക്ക് ത്വായിഫിൻ്റെ നല്ല വിശാലമായ ഭൂപ്രദേശം ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. കെട്ടിടങ്ങളും റോഡുകളും മനോഹരമായ ഒരു തെരുവ്, ഒരു ചെരിവ്, മലഞ്ചെരിവാണ് ത്വായിഫ്. നല്ല കാലാവസ്ഥ, മാഷാ അല്ലാഹ്. തോട്ടങ്ങളും ഒക്കെ കാണാൻ പറ്റും, മാഷാ അല്ലാഹ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീര് നൽകിയ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തോട്ടമാണ് ഈ വലതുഭാഗത്ത് കാണുന്നത്. ഇന്നും അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട ഈ വലതുഭാഗത്ത് കാണുന്ന കൃഷിയിടങ്ങൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരുള്ള തോട്ടമാണ്. നമ്മളേ നമ്മൾ നടന്ന് ഒരു ഒട്ടക ഫാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒട്ടക ഫാം. ഇവിടെ ഒരുപാട് ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ല ഫോട്ടോ എടുക്കി. സൂറത്തുൽ ഖാശിയയിലെ സൂറത്തുണ്ടല്ലോ, അല്ലെ? മനുഷ്യന്മാരോട് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത്
وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. ആ പറയപ്പെട്ട 4 അനുഗ്രഹങ്ങളും ആകാശത്തേക്കും ഭൂമിയിലേക്കും ഒട്ടകത്തിലേക്കും അതുപോലെ തന്നെ മലകളിലേക്കും അല്ലാഹു നോക്കാൻ പറയാണ് ആയത്തിൽ. ഈ ലോകത്തിലെ ദൃഷ്ടാന്തങ്ങളായ ഈ 4 കാര്യങ്ങളും ഒരേ സ്ഥലത്ത് ഇവിടെ സമ്മേളിക്കുന്നുണ്ട്. അല്ലാഹ് ഫ്രഷ് ചൂട് ഒട്ടകപ്പാല്. ചൂടുള്ള ഒട്ടകപ്പാല് കുടിക്കാൻ പോകട്ടോ. അതന്നെ സെയിം മാഷാഅല്ലാ. നമ്മൾ ഒട്ടകത്തിന്റെ പാലൊക്കെ കുടിച്ച് ഒട്ടക ഫാമിൽ നിന്ന് വിട പറയാട്ടോ. നമ്മൾ ബസ് ഇതാ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുക. കർണ മനാസിൽ എന്ന മീഖാത്തിൽ വെച്ച് നമ്മൾ ഇനി ഇഹ്റാം ചെയ്ത് ഇന്ന് ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പുറപ്പെടും. അല്ലാഹു നമ്മുടെ ഉംറയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.